കർത്തനെന്നെ നടത്തുന്നു, എത്ര ഭാഗ്യം സ്വർഗശ്വാസം എല്ലാറ്റിലും എവിടെയും തൻ കൈ തന്നെ നടത്തുന്നു, നടത്തുന്നാൻ നടത്തുന്നാൻ തൻ കൈയാൽ മാം നടത്തുന്നാൻ തൻ പിൻഗാമി ആയിടും ഞാൻ, തൻ കൈയാൽ മാം നടത്തുന്നാൻ അതിദുഃഖ മധ്യത്തിലും ഏതൻ ഭാഗ്യ നിറവിലും ശാന്തതൽ താൻ വൻകാറ്റിൽ താൻ തൻ കൈ തന്നെ നടത്തുന്നു, നടത്തുന്നാൻ നടത്തുന്നാൻ തൻ കൈയാൽ മാം നടത്തുന്നാൻ തൻ പിൻഗാമി ആയിടും ഞാൻ, തൻ കൈയാൽ മാം നടത്തുന്നാൻ കർത്താവിൻ കൈ പിടിക്കും ഞാൻ, പശ്ചാത്താപപ്പെട പിന്നെ എന്നംശത്തിൽ തൃപ്തിപ്പെടും എൻ ദൈവം താൻ നടത്തുന്നു, നടത്തുന്നാൻ നടത്തുന്നാൻ തൻ കൈയാൽ മാം നടത്തുന്നാൻ തൻ പിൻഗാമി ആയിടും ഞാൻ, തൻ കൈയാൽ മാം നടത്തുന്നാൻ ലോകേയന്റെ വേല തീർത്തു നിൻ കൃപയാൽ ജയം നേടി മൃത്യുകാലം പേടിക്കാൻ ഞാൻ യോർദാനിൽ നീ നടത്തുന്നു, നടത്തുന്നാൻ നടത്തുന്നാൻ തൻ കൈയാൽ മാം നടത്തുന്നാൻ തൻ പിൻഗാമി ആയിടും ഞാൻ, തൻ കൈയാൽ മാം നടത്തുന്നാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ചു വഴി നടത്തുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിലെ കടയങ്ങൾ പിന്നെയും അടുത്തു വരുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടുത്തെ ലാവണ്യമൊഴികൾ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകൾക്ക് അവിടുന്ന് ഭാഗ്യം തരണമേ. നിന്റെ തിരുമുഖ പ്രകാശത്തിൽ ഞങ്ങളെ പ്രകാശിതരാക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. വചനം കേൾക്കുവാനും വചനം അനുസരിക്കുവാനും തിരുമേനി ഞങ്ങളെ സഹായിക്കണമേ. വചനം സംസാരിപ്പാൻ ഏഴയുടെ അധരത്തെ സ്വർഗീയ കനലുകൊണ്ട് നീ തൊട്ട് ശുദ്ധീകരിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളുടെ കാതുകളെയും ഹൃദയങ്ങളെയും അവിടുന്ന് തുറക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും ഭരിച്ചു നടത്തി മഹത്വത്തെ അവിടുന്ന് സ്വീകരിക്കണമേ. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒന്നിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ചേർന്ന് വരുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യ അവസരമോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് പലരെയും അസ്വസ്ഥരാക്കി എന്ന് എനിക്കറിയാം. നമ്മളുടെ ദാനത്തെക്കുറിച്ചുള്ള, സമർപ്പണത്തെക്കുറിച്ചുള്ള
ദർശനമാണ് നമ്മൾക്ക് അമ്പരപ്പുണ്ടാക്കുന്നത്. വാസ്തവത്തിൽ എല്ലാവരെയും സംബന്ധിച്ച് അതങ്ങനെ സംഭവിക്കണമെന്നില്ല. അതൊരു വലിയ ശുശ്രൂഷയാണ്. വാസ്തവത്തിൽ നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനവുമായിട്ടുള്ള നമ്മുടെ കടമ. എന്നാൽ നമ്മുടെ മുമ്പിൽ ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ പൂർണ്ണമായി നമുക്കുള്ളത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഉള്ളൊരു ചലഞ്ച് ഉണ്ടായാൽ അത് നാം അനുസരിക്കുവാൻ ബാധ്യതയുള്ളവരാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്നാണ്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്ന്. ഇപ്പം ദാനത്തെക്കുറിച്ച്, കോൺട്രിബ്യൂഷനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഹൃദയത്തിൽ നിശ്ചയിച്ചത് കൊടുക്കുവാൻ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത്, ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കണമെന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ വരുമാനത്തിൽ നിന്ന്. അതിലധികം കൊടുക്കുവാൻ കർത്താവ് പലപ്പോഴും സഹായിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലൊരു തുക എൻ്റെ മനസ്സിൽ വരാറുണ്ട്. എന്നാൽ ചില സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് റീതിങ്ക് ചെയ്യും. അത്രയും വേണോ? അത്രയും കൊടുത്താൽ മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതെ വരുമല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരും. പെട്ടെന്ന് ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ആദ്യം വന്ന ചിന്ത തന്നെയാണ് കർത്താവിന് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് ആദ്യത്തെ ചിന്തയിൽ ഞാൻ ഉറച്ചു നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റീതിങ്കിങ്ങിലേക്ക് പോകാതെ ഹൃദയത്തിൽ നിശ്ചയിച്ചത് കൊടുക്കുവാൻ ആണ് അപ്പോസ്തലൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അതൊരു വലിയൊരു വിവാദ വിഷയമാക്കാതെ നമ്മൾ കർത്താവിന് കൊടുക്കുവാൻ മനസ്സുള്ളവരായിരിക്കുക. ഇപ്പൊ എല്ലാവർക്കും വിധവയെ പോലെ, 2 കാശിട്ട വിധവയെ പോലെ, CT സ്റ്റഡിനെ പോലെ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സ്നേഹിതനുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം അമേരിക്കയിൽ വന്നപ്പോൾ ബാക്കി $8 അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു ആലയത്തിൽ പോയി അവിടെ ഒരു മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം ആ $8 അങ്ങ് കൊടുത്തു. അപ്പോഴാണ് ഓർത്തത്, അയ്യോ, മുടി വെട്ടാൻ $1 ഞാൻ സൂക്ഷിച്ചു വെക്കേണ്ടതായിരുന്നല്ലോ എന്ന്. വളരെ വേദനയോടുകൂടെ അവിടെ നിന്ന് ഓർത്ത്, കർത്താവേ, മുടി വെട്ടാൻ $1 എനിക്ക് വേണം എന്ന്. പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്ത്രീ വെറുതെ അദ്ദേഹത്തെ പാസ് ചെയ്തപ്പോൾ $1 ഒരു നോട്ട് വെച്ചു കൊടുത്തു. അത് വലിയ അത്ഭുതമായി തോന്നി. ഓ, മുടി വെട്ടാനുള്ള പണം എനിക്ക് കിട്ടിയല്ലോ എന്ന്. അന്നേരം മറ്റൊരാൾ പറയുകയാണ്, ആ സ്ത്രീ എത്ര രൂപയാണ് നിനക്ക് തന്നതെന്ന് എത്ര $1 തന്നെന്ന് ചോദിച്ചു. $1. അങ്ങ് ആ സ്ത്രീ ഒരു മില്യനെയറാണ്. അവരാണോ നിനക്ക് $1? എനിക്ക് $1 മതിയായിരുന്നു, അത് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അപൂർവമായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടാകും. നമ്മൾ ആ സമയത്ത് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാവണം. എന്നാൽ സാധാരണ കോൺട്രിബ്യൂഷനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഈ വചനം നമ്മളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ തന്നെ കൊടുക്കട്ടെ എന്ന്. ഇന്ന് ധ്യാനത്തിനായി 1 യോഹന്നാന്റെ ലേഖനം 3 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. 1 യോഹന്നാൻ 3 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് വായിക്കാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു.
അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഈ വേദഭാഗം, ഈ 6 വാക്യങ്ങളിൽ സിമ്പിൾ തിയോളജി നമുക്ക് കാണാൻ കഴിയും. സിമ്പിൾ തിയോളജി എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പൂർണ്ണത, ഒരു പൂർണ്ണ വിവരണം ഈ 6 വാക്യങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ആ തിയോളജിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. 1-ാമത്തെ വാക്യം മുതൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാം. 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് പറഞ്ഞാൽ നാം ദൈവമക്കളാകുന്നു എന്നർത്ഥം. ഐഡന്റിറ്റി ക്രൈസിസിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഐഡന്റിറ്റി ക്രൈസിസ് നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട്, പല പ്രശ്നങ്ങളിൽ ഒന്നാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. നാം ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള ആ ചിന്ത പലപ്പോഴും നമ്മളെ ഭരിക്കാറുണ്ട്. സാധാരണ ജീവിതത്തിൽ ഞാൻ ആരാണ് എന്നൊന്നും നമ്മൾ ചോദിക്കാറില്ലെങ്കിൽ പോലും സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഐഡന്റിറ്റി. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഹൂ വി ആർ, നമ്മൾ ആരാണ്? വാട്ട് ഈസ് അവർ ഐഡന്റിറ്റി? നമ്മുടെ ഐഡന്റിറ്റി എന്താ? നാം ഇന്ന് ഒരുതരം ഐഡന്റിറ്റി അംനേഷ്യയിൽ ജീവിക്കുന്നവരാണെന്ന് പറയാറുണ്ട്. ഒരു തരം വ്യക്തിത്വ വിസ്മയത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെന്ന് പൊതുവെ മനുഷ്യരെ കുറിച്ച് പറയാറുണ്ട്. ഐഡന്റിറ്റി അംനേഷ്യ എന്ന് പറയുന്നത്. നാം നമ്മുടെ ഐഡന്റിറ്റിയെ പലപ്പോഴും നിർണയിക്കാറുണ്ട്. നാം ഇന്നയാളാണ്, ഇന്നതാണ് ഞാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ നാം സ്വയം നിർണയിക്കുന്ന ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത് ക്രിസ്തീയ വീക്ഷണത്തിലെ ക്രൈസ്റ്റ്ലെസ് ക്രിസ്ത്യാനിറ്റിയാണ്. വാസ്തവത്തിൽ യേശുവില്ലാത്ത ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ലക്ഷണമാണ് നാം സ്വയം നമ്മുടെ ഐഡന്റിറ്റി നിർണയിക്കുന്നിടത്ത് നാം കാണുന്നത്. തിരുവചനം വ്യക്തമായി തന്നെ നമ്മുടെ ഐഡന്റിറ്റി എന്താണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ ആദ്യമേ അത് തന്നെയാണ്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ദാറ്റ് ഈസ് അവർ ഐഡന്റിറ്റി. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഐഡന്റിറ്റി. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അത് യോഹന്നാൻ വളരെ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നെന്ന്. എനിക്ക് വളരെ ആവേശം പകരുന്ന ഒരു വാക്യമാണത്. എന്താണ് ആവേശം പകരാൻ കാരണമെന്ന് ചോദിച്ചാൽ, അവിടെ ദൈവമക്കളാകുവാൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. വി ഹാവ് ബീൻ ഗിവൺ ദ പവർ, വി ഹാവ് ബീൻ ഗിവൺ ദ റൈറ്റ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മക്കളാകുവാൻ നമ്മൾക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ആരുടെയും അനുവാദം നമുക്ക് വേണ്ടത്. സ്വർഗീയമായ ഒരു സാങ്ഷൻ അവിടെ, സ്വർഗീയമായിട്ടുള്ള ഒരു അനുവാദം നമുക്ക് അവിടെ ലഭിച്ചിരിക്കുകയാണ്. എന്താണ്? സ്വർഗീയമായിട്ടുള്ള അധികാരം. ഹെവൻലി റൈറ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വർഗീയമായ ഒരു അധികാരമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ടു ബിക്കം ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പൈതലാകുവാൻ മറ്റാരുടെയും അനുമതി ആവശ്യമില്ല എന്നർത്ഥം, മറ്റാരുടെയും കൺസെന്റ് ആവശ്യമില്ലെന്നർത്ഥം. വി ഹാവ് ബീൻ ഗിവൺ ദ പവർ, we have been given the right to become
ചിൽഡ്രൻ ഓഫ് ഗോഡ്. അത് നമ്മളെ ആവേശഭരിതരാക്കേണ്ട ഒരു വാക്യമാണ്. അങ്ങനെ ദൈവത്തിന്റെ മക്കളാകുവാൻ നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയോടുകൂടിയാണ് യോഹന്നാൻ ഈ വാക്യങ്ങൾ, ഈ അധ്യായം ആരംഭിക്കുന്നത്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര സ്നേഹം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വി ഹാവ് ബീൻ ഗിവൺ ലവ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹത്താൽ ദൈവത്തിന്റെ മക്കളാകുവാൻ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ഒന്ന്, വി ഹാവ് ബീൻ ഗിവൺ ദ റൈറ്റ് ടു ബിക്കം, അവകാശം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ അധികാരം നൽകിയിരിക്കുന്നു. രണ്ടാമത്, വി ഹാവ് ബീൻ ഗിവൺ ദ ലവ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അവന്റെ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നമുക്ക് സ്നേഹം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്താൽ നാം ദൈവത്തിന്റെ മക്കളായി തീരുന്നു. മക്കളായി തീർന്നിട്ട് സ്നേഹിക്കുകയല്ല, സ്നേഹത്താൽ അവൻ നമ്മളെ മക്കളാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. മക്കളായി വന്നതിന് ശേഷം സ്നേഹിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എന്നാൽ മക്കളാക്കുന്നതിനുള്ള കാരണം എന്താണ്? സ്നേഹത്താൽ അവൻ നമ്മളെ അവന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ആമുഖമായി യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ദൈവമക്കളാകുന്നു എന്നുള്ളത്. എന്നാൽ പിന്നീട് താഴോട്ട് പറയുന്ന വാക്യങ്ങളിൽ, 2 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ഈ പദവിയിലേക്ക് ദൈവം നമ്മളെ ആനയിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. 5-ാം വാക്യത്തിൽ പറയുന്നു. എന്താണ് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്? പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അവിടെ ആ പ്രത്യക്ഷത എന്ന് പറയുന്നത് ദ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ജീസസ്, ആദ്യത്തെ കർത്താവിന്റെ ജഡാവതാരത്തെ കുറിച്ചുള്ള സൂചനയാണ് അവിടെ യോഹന്നാൻ നടത്തുന്നത്. ഫസ്റ്റ് അപ്പിയറൻസ്, യേശു വന്നു. എന്തിനു വേണ്ടി വന്നു എന്ന? പാപം അധർമ്മമാണ്, പാപത്തെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അപ്പോ ആദ്യത്തെ കർത്താവിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത്, കർത്താവിന്റെ ആദ്യത്തെ വരവ് എന്ന് പറയുന്നത് പാപം, അധർമ്മമായ പാപത്തെ നീക്കുവാൻ വേണ്ടിയുള്ള പ്രത്യക്ഷതയായിരുന്നു എന്നർത്ഥം. ഇതാണ് വേദശാസ്ത്രപരമായ ആ പുരോഗതി. അവിടെ ഒന്നാമത് യേശു കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് പറയുന്നു. ആ പ്രത്യക്ഷത എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നു? പാപം, അധർമ്മമായ പാപത്തെ നീക്കുവാനുള്ള പ്രത്യക്ഷതയായിട്ട് പറയുകയാണ്. അപ്പോ ഒന്നാമത്തെ കർത്താവിന്റെ വരവ് പാപത്തിന്റെ പരിഹാരത്തിൽ, നാം പാപികളാണെന്ന് എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം സ്വർഗം കണ്ടതുകൊണ്ടാണ് സ്വർഗത്തിന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അധർമ്മമായ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അയക്കുന്നത്. നാം പാപികളാണ് എന്ന് നാം ആദ്യം അംഗീകരിക്കണം. സ്വർഗം കണ്ടു, വി ആർ സിന്നേഴ്സ്, നമ്മൾ പാപികളാണെന്ന് സ്വർഗം തിരിച്ചറിഞ്ഞു. എന്നാൽ പലപ്പോഴും മനുഷ്യൻ അവന്റെ പാപത്തെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. ഞാൻ പാപിയാണ് എന്നുള്ളത് ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദർശനം, അവന്റെ ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറയുന്നത്. പക്ഷേ നാം പാപികളാണ് എന്ന് പലപ്പോഴും മനുഷ്യർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. സമ്മതിച്ചു കൊടുക്കുവാൻ, ഇപ്പൊ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പോലും നമ്മളെപ്പോഴും പാപം ചെയ്യുന്നവരാണ്. നമ്മൾ കൃപയാലാണ് ഓരോ നിമിഷവും കർത്താവ് നമ്മളെ പിന്നെയും പിന്നെയും കരുതുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ, ഞാൻ എന്തോ ചെയ്തിട്ടാ കർത്താവെ എനിക്ക് കഷ്ടം? നമ്മൾ സാധാരണ പറയുന്നതല്ലേ. എനിക്ക് മാവേലിക്കൽ എൻ്റെ അയൽക്കാരി ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. വലിയ ഭക്തയാണ്. രാവിലെ വേദപുസ്തകം എടുത്തുകൊണ്ട് അമ്മച്ചി പോയി കഴിഞ്ഞാൽ രാത്രി ഒരു സമയമാകുമ്പോഴേ, 8 മണി 9 മണി ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പച്ചൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. വന്ന ഉടനെ അമ്മച്ചി പറയും, അപ്പച്ചനെ ഒരു കട്ടൻ കാപ്പി എടുത്തതാ എന്ന് പറയും. ആ അമ്മച്ചി എപ്പോഴും എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടുണ്ടായാൽ പറയുന്ന ഒരു വാചകം, ഞാൻ എന്തോ ചെയ്തിട്ടാ സാറേ എനിക്ക് ഇതൊക്കെ വന്നത് എന്ന് പറയും. ഞാൻ എന്തോ ചെയ്തിട്ടാ ഇത്. നമ്മൾ എപ്പോഴും സ്വയം നീതീകരണത്തിന്റെ ഒരു മേഖലയിലാണ് ജീവിക്കുന്നത്. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന വലിയൊരു ഒരു തെറ്റാണ് നമ്മുടെ ജീവിതത്തിലെ വാസത്തിൽ. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സ്വയം നീതീകരിക്കുക. ഞാൻ നിർമ്മലനാണ്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്.
ദൈവത്തോടാണ് ഇത് പറയുന്നത്, മനുഷ്യരോടല്ല. ദൈവത്തോടാണ് പറയുന്നത്. ഞാൻ എന്തോ ചെയ്തിട്ടാ കർത്താവെ എനിക്ക് കഷ്ടത ഉണ്ടാവുമെന്ന് ചോദിച്ചു. നേരെ ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ്, കർത്താവെ ഞാൻ നിർമ്മലനല്ലേ, ഞാൻ വിശുദ്ധനല്ലേ, പിന്നെ എന്തിനാ നീ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ ദോഷമൊക്കെ ചെയ്യുന്നതെന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു സാധാരണ ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സീൻ. വാസ്തവത്തിൽ അതൊരു പാപമാണ്, സ്വയം നീതീകരിക്കുന്ന ഒരു പാപം. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ പാപത്തിന്റെ ഉള്ളിലാ ജീവിക്കുന്ന എന്നുള്ളൊരു കാര്യം. തെറ്റുകളുടെ ഉള്ളിലാ നമ്മുടെ വീടുകളിലൊക്കെ പിന്നെ നമ്മുടെ വീട്ടിന്റെ മുറിക്കുള്ളിൽ നമ്മൾ നടക്കുമ്പോൾ അവിടെ എല്ലാം സ്വച്ഛന്തമായി നാം വിഹരിക്കുകയാണല്ലോ, മുറികളിലെ കൂടെ നമ്മുടെ നടക്കുകയാണ്. പക്ഷേ ഒരു സൂര്യപ്രകാശത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ ഒരു സൂര്യപ്രകാശം വീട്ടിന്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ സൂര്യപ്രകാശത്തിന്റെ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിലൂടെ പൊടിപടലങ്ങൾ ഇങ്ങനെ പറക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. വി ആർ ഇൻ സിൻ, വി ആർ എമംഗ് എന്തെന്നാ പാപത്തിന്റെ ഉള്ളിലാ വാസ്തവത്തിൽ നാം ജീവിക്കുന്നത്. നമ്മൾക്ക് സ്വയം നീതീകരിക്കുവാൻ കഴിയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ പാപികളായിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞത്. വി ആർ സിന്നേഴ്സ് എന്നുള്ള ആ ഒരു അവസ്ഥ, സ്വർഗം തിരിച്ചറിഞ്ഞ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഏറ്റുപറയണം എന്നുള്ളതാണ്. അപ്പോസ്തലൻ യോഹന്നാൻ തന്നെ പറയുന്നു. യോഹന്നാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മൾ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ല. അതാണ് യോഹന്നാൻ പറയുന്നത്. നമുക്ക് പാപമില്ല എന്നൊരിക്കലും പറയാൻ നമ്മൾ കുറവുള്ളവരല്ല. കർത്താവേ, കുറവും കുറ്റമുള്ളവനായ ഞാൻ, ബലഹീനനായ ഞാൻ എന്ന് അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പം പുഴുവും കീടവുമായി ഒരു വെണ്ണീറായി ഈ കഴിയുന്ന ഞാൻ, ഒന്നുമല്ലാത്തവനാണ് ഞാൻ. ഈ പാപലോകത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് പൂർണ്ണമായി കർത്താവിനെ പോലെ വിശുദ്ധരാവാൻ കഴിയില്ല എന്ന്. നമുക്ക് പാപത്തിന്റെ എപ്പോഴും ടെംപ്റ്റേഷൻസ് നമ്മളെ ഇങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നാം പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി എന്ന് യോഹന്നാൻ പറയും. ഇവിടെയാണ് നാം നമ്മളെ തന്നെ അംഗീകരിക്കേണ്ടത്. പാപം അംഗീകരിക്കുവാൻ നാം തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വയം വഞ്ചിക്കുന്നവരാണ്, സ്വയം കള്ളം പറയുന്നവരാണ് എന്നാണ് യോഹന്നാൻ പറയുന്നത്. അങ്ങനെ അംഗീകരിക്കുമ്പോൾ ആ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2-ന്റെ വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലുമോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിന്റെ സന്നിധിയിലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. യേശുവിലുള്ള ഈ രക്ഷ നാം അംഗീകരിക്കണം. അപ്പോൾ നീതിമാനായ യേശുവിന്റെ നീതീകരണം നമുക്ക് ലഭിക്കും. എന്താണ് ജസ്റ്റിഫിക്കേഷൻ? വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ? ജസ്റ്റിഫിക്കേഷൻ മെയ്ഡ് റൈറ്റ് വിത്ത് ഗോഡ്, ദൈവത്തോട് ഏകീഭവിക്കുക, ദൈവത്തോട് ശരിയായി തീരുക എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഇതാണ് നീതീകരണം എന്ന് പറയുന്നത്. ദൈവത്തോട് നാം സമരസപ്പെടുക, ദൈവത്തോട് ബന്ധപ്പെടുക, ദൈവത്തിന്റെ ഹിതത്തിന് നമ്മെ തന്നെ വിധേയമാക്കുക എന്നുള്ളതാണ്. റൈറ്റ് വിത്ത് ഗോഡ്, ബി റൈറ്റ് വിത്ത് ഗോഡ്, ദൈവത്തോട് ശരിയായി ഉള്ള ബന്ധം സ്ഥാപിക്കുക, അതാണ് വാസ്തവത്തിൽ ജസ്റ്റിഫിക്കേഷൻ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രയും നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. 3:24 പറയുകയാണ്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രയും നാം നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ പാപികളായിരിക്കുമ്പോൾ
നമുക്ക് കിടക്കുന്ന ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന് പറയുന്നത്, വി ആർ ജസ്റ്റിഫൈഡ് ഫ്രീ, സ്വതന്ത്രമായി, സ്വാതന്ത്ര്യത്തോടുകൂടി, സൗജന്യമായി. അതാണല്ലോ എൻ്റെ വാക്ക്. നാം നീതീകരിക്കപ്പെടുന്നത്, പാപികളായ നാം നമ്മുടെ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നീതീകരിക്കപ്പെടുന്നത് സൗജന്യമായിട്ടാണ്. ദർ ഈസ് നോ കോസ്റ്റ് ഫോർ ഇറ്റ്. അതിനൊരു ചെലവുമില്ല എന്നർത്ഥം. അതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഫ്രീ ജസ്റ്റിഫിക്കേഷൻ, അതിന്റെ ഫലമാണ്, ഫ്രീ ജസ്റ്റിഫിക്കേഷന്റെ ഫലമാണ് നാം ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നാം ദൈവമക്കളായി തീരുന്നു എന്നുള്ളത്. ആ ജസ്റ്റിഫിക്കേഷനിലൂടെ നാം ദൈവമക്കളായി തീരുന്നു. ദൈവമക്കളായി തീരുന്നില്ല എങ്കിലുള്ള നമ്മളുടെ അവസ്ഥ, വിത്തൗട്ട് ക്രൈസ്റ്റ് വി ആർ ലോസ്റ്റ്. നമ്മൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. വി ആർ ലോസ്റ്റ് ബിയോണ്ട് ഹോപ്പ്. പ്രത്യാശയ്ക്ക് അതീതമായി നാം നഷ്ടപ്പെട്ടു പോകും. വി ആർ ലോസ്റ്റ് ബിയോണ്ട് ടൈം. കാലത്തിനതീതമായി നാം നഷ്ടപ്പെട്ടു പോകും. വി ആർ ലോസ്റ്റ് ബിയോണ്ട് ഇറ്റേണിറ്റി. നിത്യതയ്ക്ക് അപ്പുറം നാം പൂർണ്ണമായും വിസ്മരിക്കപ്പെട്ടു പോകും എന്നുള്ളതാണ്. ലോസ്റ്റ് ഫോർ എവർ. കർത്താവിനെ കൂടാതെ, ഈ ജസ്റ്റിഫിക്കേഷൻ പ്രാപിക്കാതെ, പാപം ഏറ്റുപറഞ്ഞ് അവരിൽ നിന്നും നീതി ലഭിക്കാതെ ദൈവമക്കളാവാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ വി ആർ ലോസ്റ്റ് ഫോർ എവർ. ശാശ്വതമായി നാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ കർത്താവിന്റെ കൃപയാൽ അവൻ നമ്മളെ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ പ്രത്യേകത. 1 പത്രോസ് 2:24 നാം ഇങ്ങനെ വായിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. We have been healed by his wounds. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. We are healed by his wounds. അവന്റെ അടിപ്പിണർ, അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ പത്രോസ് തന്നെ പിന്നെയും പറയുന്നുണ്ട്, 1 പത്രോസ് 1:18 നമുക്കറിയാവുന്ന വാക്യമാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഹല്ലേലൂയ. ഹാബേലിന്റെ പുണ്യാഹ രക്തത്തെക്കാളും ശ്രേഷ്ഠമായ രക്തം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമാകുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. സിൻലെസ് ആൻഡ് സ്പോട്ട്ലെസ് ലാംബ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ, ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവാകുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്, സിൻലെസ് സ്പോട്ട്ലെസ് ലാംബ് ഓഫ് ഗോഡ്. ലാംബ് വിത്തൗട്ട് ബ്ലെമിഷ് എന്നൊരു പ്രയോഗം കൂടിയുണ്ട്. ലാംബ് വിത്തൗട്ട് ബ്ലെമിഷ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു പോകട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളച്ച് വിളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കുക, 2 വാക്യങ്ങൾ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ 52-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും 13, 14, 15 വാക്യങ്ങളും 53-ാം അധ്യായവും അറിയപ്പെടുന്നത് സെർവന്റ് സോങ് എന്നുള്ളതാണ്. ദാസന്റെ, ശുശ്രൂഷകന്റെ, ദാസന്റെ പാട്ട് എന്നുള്ള നിലയിലാണ്, സെർവന്റ് സോങ് എന്ന രീതിയിലാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്.
ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ച ഒരു വേദപുസ്തക പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് അക്യുറേറ്റ് ഡയഗ്നോസ്റ്റിക് പാസേജ് ഇൻ ദ ബൈബിൾ എന്നാണ്. മോസ്റ്റ് അക്യുറേറ്റ് ഡയഗ്നോസ്റ്റിക് പാസേജ് ഇൻ ദ ബൈബിൾ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ? ദ മോസ്റ്റ് അക്യുറേറ്റ് ഡയഗ്നോസ്റ്റിക് പാസേജ് ഇൻ ദ ബൈബിൾ. രണ്ട് പാർട്ടുണ്ട് ഈ എന്ന് വെച്ചാൽ ഡയഗ്നോസ്റ്റിക്, ദ മോസ്റ്റ് അക്യുറേറ്റ് ഡയഗ്നോസിസ്. എന്താ ഡയഗ്നോസിസ്? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ എന്നുള്ളതാണ്. അതിന്റെ പരിഹാരം എന്താ? കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഭാഗം നേരത്തെയൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഓർക്കുമാറുന്നു, ഇവിടെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അവന്റെ മുമ്പാകെ വളരും, അവന് രൂപഗുണമില്ല, സൗന്ദര്യമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചവനായിരുന്നു എന്നൊക്കെ ഞാൻ വായിക്കുമ്പോൾ ഉത്തമഗീതങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശു കർത്താവിനെ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരൻ എന്നാണ് യേശു കർത്താവിനെ കുറിച്ച് നാം പാടുന്നതും വിശേഷിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പൊ ആയിരങ്ങളിൽ സുന്ദരനായ, പതിനായിരങ്ങളിൽ സുന്ദരനായവൻ. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, അവന് രൂപഗുണമില്ല, അവന് സൗന്ദര്യമില്ല, അവൻ രോഗശീലിച്ചവനായിരുന്നു. ഇതൊക്കെ എന്താണ് എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഈ വൈചിത്ര്യം, ഈ വിരുദ്ധത എന്തായി ഉണ്ടായിട്ടുള്ളത്? പിന്നീടാണ് മനസ്സിലായത്, അവൻ വിരൂപനായി തീർന്നെങ്കിൽ, അവൻ സൗന്ദര്യമില്ലാത്തവനായി തീർന്നെങ്കിൽ, അവൻ രോഗിയായി തീർന്നെങ്കിൽ, അവൻ അവശനായി തീർന്നെങ്കിൽ, അവൻ വ്യസനപാത്രമായി തീർന്നെങ്കിൽ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനായിരിക്കുന്നത് അവൻ ഏറ്റെടുത്തത് കൊണ്ടാണ്. ഞാൻ രോഗം ശീലിച്ചവനായതുകൊണ്ട് എൻ്റെ രോഗം അവൻ ഏറ്റെടുത്തു. ഞാൻ സൗന്ദര്യമില്ലാത്തവനായതുകൊണ്ട് അവൻ വിരൂപനായി തീർന്നു. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ വൈകൃതങ്ങളും എൻ്റെ യേശു കർത്താവ് സ്വയം ശരീരത്തിൽ വഹിച്ചത് കൊണ്ടാണ് അവൻ രോഗം ശീലിച്ചവനായി തീർന്നത്, അവൻ വിരൂപനായി തീർന്നത്, അവൻ കണ്ടാൽ ആഗ്രഹിക്കാത്ത സൗന്ദര്യമില്ലാത്തവനായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ദാറ്റ് ഈസ് എൻ്റെ അനുഭവമാണത്. എൻ്റെ കുറവാണ് അവന്റെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നത്. എൻ്റെ രോഗം അവൻ ഏറ്റെടുത്തു, എൻ്റെ വിരൂപത അവൻ ഏറ്റെടുത്തു, എൻ്റെ ദൈന്യത അവൻ ഏറ്റെടുത്തു, എൻ്റെ വ്യസനം അവൻ ഏറ്റെടുത്തു, എന്നെ പൂർണ്ണമായി അവൻ ഏറ്റെടുത്തിട്ട് കാൽവറി ക്രൂശിൽ എൻ്റെ പാപത്തിനു വേണ്ടി അവൻ പരിഹാരമായി തീർന്നു. ഞാൻ മരിക്കേണ്ടിടത്ത് അവൻ മരിച്ചു, എന്നെ നീതിമാനായി മാക്കി, എന്നെ വിശുദ്ധീകരിച്ചു എന്നുള്ളത്, വീണ്ടെടുത്തു എന്നുള്ളതാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചുവെന്ന്, നമ്മളെ വീണ്ടെടുത്തുവെന്ന്, നമ്മളെ അവന്റെ മക്കളായി അവകാശികളാക്കി തീർത്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. സോ വി ബിക്കെയിം ഗോഡ്സ് ചിൽഡ്രൻ, വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നാം ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള കാര്യം അന്വേഷിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം, മക്കളാകുന്നത് അതെങ്ങനെയാണ്? ത്രൂ ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷനിലൂടെ നമ്മളെ അവൻ മക്കളാക്കിയിരിക്കുന്നു. മൈക്കിൾ ബ്രൗൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ മൈക്കിൾ ബ്രൗൺ എന്ന ചെറുപ്പക്കാരൻ, അവനൊരു ജൂ ആണ്. അവന് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അവന് അതുപോലെ തന്നെ ഈ ഡ്രമ്മർ ആണ്, അങ്ങനെയുള്ള കലാപരിപാടികൾക്കൊക്കെ പോകുന്ന ഡ്രമ്മർ ആയിരുന്നു, ഒരു ബാൻഡിലെ ഡ്രമ്മർ ആയിരുന്നു അവന്. ഈ രക്ഷയെക്കുറിച്ചോ അങ്ങനെയുള്ള ദൈവത്തെക്കുറിച്ചോ സ്പിരിച്വൽ തിങ്സിനെ കുറിച്ചോ യാതൊരു ചിന്തയില്ലാത്തവനായിരുന്നു. ഒരു ദിവസം അവന്റെ ഒരു സ്നേഹിതനെ അവനെ വിളിച്ചുകൊണ്ട് ഒരു പള്ളിയിൽ പോയി. അവൻ അവിടുത്തെ ആളുകളുടെ പ്രാർത്ഥനയും അവരുടെ പെരുമാറ്റവും സ്നേഹവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ തന്നെ ജീവിത കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നപ്പോൾ അവന്റെ അപ്പനോട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി ഇങ്ങനെയൊക്കെ കേട്ടു, വചനം കേട്ടു, ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു, യേശുവിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വേദപുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെവിടെയാണ് എന്ന് പിതാവ് ചോദിച്ചു. അവൻ ഈ യെശയ്യാവിന്റെ 53-ാം അധ്യായം തുറന്ന് വായിച്ചു കൊടുത്തു. അവൻ അത് വായിച്ചു, മകൻ വായിച്ചു കേട്ടപ്പോൾ ഈ പിതാവ് പറയുകയാണ്, ഓ ദാറ്റ് ഈസ് ഹിം, ദാറ്റ് ഈസ് ജീസസ്. ഈ 53-ാമത്തെ 1 മുതൽ 6-7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിതാവ് അത്ഭുതത്തോടു കൂടെ നോക്കിയിട്ട് പറയാണ്, ഓ ദാറ്റ് ഈസ് ഹിം, ദാറ്റ് ഈസ് ജീസസ്. അത് യേശുവിനെ കുറിച്ചാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മളെ നീതീകരിക്കുവാൻ വേണ്ടി
കാൽവറിയിൽ പരമമായ യാഗമായി തീർന്നു. ആ നീതീകരണത്തിലൂടെ അവൻ നമ്മെ അവന്റെ മക്കളാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. സോ വി ബിക്കെയിം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. രണ്ടാമത്തേത് അവിടെ ആ വാക്യത്തിൽ, ഈ 6 വാക്യങ്ങൾ യോഹന്നാന്റെ 1 യോഹന്നാൻ 3 അവിടെ കാണുന്ന രണ്ടാമത്തെ കാര്യം സാങ്ക്ടിഫിക്കേഷനാണ്, വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം, ദൈവം കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണെന്ന് ഓർക്കണം. അവനിൽ പ്രത്യാശയുള്ള ഏവരെയും അവൻ പ്യൂരിഫൈ ചെയ്യുന്ന, വിശുദ്ധീകരിക്കുന്ന കർത്താവാണ്. ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ലേവ്യർ 11-ാം അധ്യായത്തിന് 44-45 വാക്യങ്ങളിൽ യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. തന്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ ദർശനം, കാഴ്ചപ്പാട് അതാണ്. ഞാൻ വിശുദ്ധനാണ്, സിൻലെസ്. ദൈവത്തിന് പാപമില്ല, ദൈവത്തിൽ പാപം വസിക്കുന്നില്ല. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ അവന്റെ മക്കളും വിശുദ്ധരാ. നീ ദൈവമകനാണെങ്കിൽ, ദൈവപൈതലാണെങ്കിൽ നീ വിശുദ്ധരായിരിക്കണം എന്നുള്ള ഒരു കാര്യം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിയർക്ക് എഴുതുമ്പോൾ 1 തെസ്സലോനിയൻസ് 4-3-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അവിടെ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോസ്തലൻ പത്രോസും അത് തന്നെ പറയുന്നു. 1 പത്രോസ് 1:15 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാറ്റിലും വിശുദ്ധരാകുവീൻ. എല്ലാറ്റിലും വിശുദ്ധരാകുവീൻ. അതുകൊണ്ട് വിശുദ്ധിയെ കുറിച്ചുള്ള ഒരു ദർശനം നമുക്കുണ്ടാകണം. കർത്താവ് ഈ ഭൂമിയിൽ വന്നത്, നമ്മളെ ദൈവമക്കളാക്കുവാൻ വന്നതിലൂടെ അവൻ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവ് കൂടിയാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവാണ് അവൻ എന്ന് ഈ വേദഭാഗങ്ങളുടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വളരെ വേഗം പോകട്ടെ. മൂന്നാമത് അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം ആ ഭാഗത്ത് കാണുന്ന ഗ്ലോറിഫിക്കേഷനാണ്. അപ്പോ ഒന്നാമത്തെ കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ അവൻ നമ്മളെ വീണ്ടെടുക്കുന്നു, അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നു. പിന്നെ കാണുന്നത് ഗ്ലോറിഫിക്കേഷനാണ്. ആ ഭാഗത്ത് വന്ന് അവിടെ പറയുന്നു 3-2 വാക്യത്തിൽ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അങ്ങനെയല്ലേ അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷതയില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ആ വേദദർശനത്തിന്റെ രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തേത് അവന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത, ആ പ്രത്യക്ഷതയിലൂടെയുള്ള വീണ്ടെടുപ്പ്, ആ പ്രത്യക്ഷതയുടെ സംഭവിക്കുന്ന ക്രൂശ് മരണത്തിലൂടെ ഉണ്ടാകുന്ന നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ, അത് കഴിഞ്ഞ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം. രണ്ടാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് പറയുകയാണ് അപ്പോസ്തലൻ പൗലോസ്. അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ എന്താ? വാട്ട് ഈസ് ഗ്ലോറിഫിക്കേഷൻ? എന്താണ് മഹത്വവൽക്കരണം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചാണ് പറയുന്നത്. നാം അവനെ പോലെ ആയിത്തീരുന്ന അവസ്ഥയാണ്. നാം എന്താകുന്നു ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാ. അത് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നാം ഇന്നതാകുമെന്ന് നമുക്ക് ഇതുവരെ നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ വി വിൽ ബി ലൈക്ക് ഹിം. നമ്മൾ അവനെ പോലെ ആകും. അവനെ പോലെ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറിഫൈഡ് ബോഡി, മഹത്വവൽക്കരിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമകളായി തീരുമെന്ന അർത്ഥം. എന്നുവെച്ചാൽ റിസൺ ബോഡി, ട്രാൻസ്ഫോംഡ് ബോഡി, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ശരീരം. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? ഗ്ലോറിയസ് ബോഡിയാണത്, മഹത്വവൽക്കരിക്കപ്പെട്ട ശരീരമാണ്. എവിടെയും പ്രവേശിക്കുന്ന ട്രാൻസ്പെയറന്റ് ബോഡിയാ. അടച്ചിരിക്കുന്ന വാതിൽ പ്രവേശിക്കാം. അങ്ങനെയുള്ള ശരീരത്തിന് എന്താണ്? സ്പേസിന്റെ ആവശ്യമില്ല. അത് ടൈമിന് അതീതമാണ്. അതിന് ലിമിറ്റേഷൻസ് ഇല്ല. ഒന്നുമില്ലാത്ത ശരീരം. ഇപ്പൊ ഞാനിപ്പോൾ ഓർക്കാറുണ്ട്, ഇപ്പോ കുഞ്ഞുമോൾ ഇവിടുന്ന് പോയി, കുഞ്ഞുമോൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ഗ്ലോറിഫൈഡ് ബോഡി ഉണ്ടെങ്കിൽ
ലഭിച്ചെങ്കിൽ ആ ഗ്ലോറിഫൈഡ് ബോഡി എന്ന് പറഞ്ഞാൽ എവിടെയും പ്രവേശിക്കാം. എൻ്റെ അടുക്കൽ വരും. ചിലപ്പോൾ ഞാനിവിടെ ഇരുന്ന് വായിക്കുകയൊക്കെ എഴുതുകയും ചെയ്യുമ്പോൾ പുറത്ത് കട്ടിലൊക്കെ ചെറിയ ശലനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും, മോളെ ഞാനിവിടെ ഉണ്ട്, വായിച്ചുകൊണ്ടിരിക്കുക, ഉറങ്ങിക്കോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. They don't need any space to exist. നിലനിൽക്കുന്നതിന് അവർക്ക് സ്പേസ് ആവശ്യമില്ല, അവരെല്ലായിടത്തും ഉണ്ട് എന്നുള്ള അർത്ഥം. അപ്പം പോട്ടെ, നമ്മൾ അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. റിസൺ ബോഡി, ഉയർത്തെഴുന്നേൽപ്പെട്ട യേശു കർത്താവിന്റെ ശരീരം, ഗ്ലോറിയസ് ബോഡി, നമ്മുടെ അത് ട്രാൻസ്ഫോംഡ് ബോഡി, അത് നമുക്ക് ലഭിക്കും എന്നാണ് യോഹന്നാൻ പ്രത്യാശിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയുന്നില്ല. പക്ഷേ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, അവനെ കാണണമെങ്കിൽ അവനെ പോലെ ആയേ പറ്റൂ. ഹല്ലേലൂയ. അവന്റെ റിസൺ ബോഡി കാണണമെങ്കിൽ, അവന്റെ പുനരുത്ഥാനപ്പെട്ട ശരീരം കാണണമെങ്കിൽ, അവന്റെ ഗ്ലോറിയസ് ബോഡി കാണണമെങ്കിൽ, വി മസ്റ്റ് ബി ലൈക്ക് ഹിം. നമ്മൾ അവനെ പോലെ ആയേ പറ്റൂ. അതുകൊണ്ട് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 16 വാക്യമാണല്ലോ കർത്താവിന് സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് നാം ചിന്തിച്ചപ്പോൾ വായിച്ച പ്രധാനപ്പെട്ട ഭാഗം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരും. അപ്പൊ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇവനോട് ശേഷിച്ചിരിക്കുന്ന നാം അവിടെ രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നില്ല, കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന്. രൂപാന്തരപ്പെടാതെ, ഒരു പുതിയ ബോഡി ഇല്ലാതെ നമുക്ക് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുവാൻ കഴിയില്ല. വി വിൽ ബി ട്രാൻസ്ഫോംഡ്. നമ്മൾ രൂപാന്തരപ്പെടും, നമുക്കൊരു പുതിയ ശരീരം ലഭിക്കും. എ ഗ്ലോറിയസ് ബോഡി, മഹത്വകരപ്പെട്ട ഒരു ശരീരം കർത്താവ് നമുക്ക് നൽകുകയാണ്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടത്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, അത് പ്രീഡെസ്റ്റൈൻഡ് ആണ്. നമ്മൾ അവനോട് സമന്മാരായി തീരും എന്നുള്ളത് ഇറ്റ് ഇസ് എ പ്രീഡെസ്റ്റിനേഷൻ. എന്ന് പറഞ്ഞാൽ കാലത്തിന് സമയത്തിന് മുമ്പേ, ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ്. അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? ഇറ്റ് ഈസ് പ്രീഡിസ്റ്റൈൻഡ്. ഇറ്റ് ഹാസ് ബീൻ പ്രീഡിസ്റ്റൈൻഡ്. എന്താണ്? ടു ബി കൺഫേംഡ് ടു ദ ഇമേജ് ഓഫ് ജീസസ്. യേശു കർത്താവിന്റെ രൂപത്തോട് സദൃശന്മാരായി തീരുമെന്നുള്ളത് ഒരു പ്രീഡിസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു സത്യമാണ്. നമ്മുടെ വീണ്ടെടുപ്പ് പോലും പ്രീഡിസ്റ്റൈൻഡ് ആണ്. നമുക്കറിയാമല്ലോ അത്. ഞാനും നീയും രക്ഷിക്കപ്പെടുമ്പോൾ സഹോദരി സഹോദര, ഇറ്റ് ഈസ് പ്രീഡിസ്റ്റൈൻഡ്. അത് മുൻനിർണയിക്കപ്പെട്ടതാണ്. മുൻനിർണയിച്ചവരെയാണ് അവൻ വിളിക്കുന്നതും വേർതിരിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ഒരു പ്രീഡെസ്റ്റിനേഷൻ നമ്മുടെ വീണ്ടെടുപ്പിലുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് നമ്മുടെ സ്വരൂപം അവന്റെ സ്വരൂപത്തോട് ചേർന്ന് വരുന്ന ഒരവസ്ഥ, അതും ഒരു പ്രീഡെസ്റ്റിനേഷനാണ്. അതും മുൻനിർണയിച്ച ഒരു കാര്യമാണ്. നമ്മൾ രൂപാന്തരം പ്രാപിക്കും, അവനോടുകൂടെ ചേരും. ദാറ്റ് ഈസ് ഗ്ലോറിഫിക്കേഷൻ. എത്ര മഹത്വകരമായ ഒരു അനുഭവമാണ്! എത്ര മഹത്വകരമായ! നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നുവെന്ന് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുകയാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗ്ലോറി. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവം, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇതിന്. എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു കാര്യം കൂടെ ആ ഭാഗത്ത് നമ്മൾ വിശ്വസിക്കേണ്ടതായിരിക്കുന്നു. എന്താണത്? ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, കർത്താവിന്റെ മടങ്ങി വരവ്. അതോടുകൂടിയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. കർത്താവിന്റെ മടങ്ങി വരവ്. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ കർത്താവിന്റെ മടങ്ങി വരവിനെ നാം വിശ്വസിക്കുന്നുണ്ടോ? അതോ അണുവിടയെങ്കിലും നമുക്കൊരു സംശയമുണ്ടോ കാര്യത്തിൽ? പത്രോസ് സംശയിക്കുന്നതിനെ വിളിക്കുന്നത് പരിഹാസികൾ, സ്കോഫേഴ്സ് എന്നാണ്. സ്കോഫേഴ്സ് അറ്റ് ദിസ് ട്രൂത്ത്. ഈ സത്യത്തെ നോക്കി പരിഹസിക്കുന്നവരാണ് അവർ.
നമ്മൾ സാധാരണ ആൾക്കാർ അത് 1-ാം നൂറ്റാണ്ട് മുതൽ പറഞ്ഞു വരുന്ന കാര്യമാണ്, ഇപ്പം 21 നൂറ്റാണ്ടായി ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന എത്രയോ പേരാണ് നമ്മുടെ മുമ്പിലുള്ളത്, എത്രയോ പേരാണുള്ളത്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചത് കർത്താവിന്റെ വരവ് ആസന്നമായി. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് ആ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞ, നിങ്ങൾ വിഷമിക്കണ്ട, കർത്താവ് വരുമ്പോൾ വിശ്വാസത്തോടുകൂടെ ജീവിച്ചവരൊക്കെ, മരിച്ചുപോയവരെ കുറിച്ചൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ വേദന, അയ്യോ അവർ മരിച്ചുപോയല്ലോ, കർത്താവിന്റെ പ്രത്യക്ഷത കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ വേദനിച്ചപ്പോഴാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, കർത്താവ് വരുമ്പോൾ അവരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത്, പിന്നെ നമ്മൾ രൂപാന്തരപ്പെടുകയുള്ളൂ. 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് വരുമെന്ന് വിശ്വസിച്ചിരുന്നു, 2-ാം നൂറ്റാണ്ടിൽ വരുമെന്ന് വിശ്വസിച്ചിരുന്നു, ഈ നൂറ്റാണ്ടുകളിലെല്ലാം വരുമെന്ന് വിശ്വസിച്ചു. ഇപ്പോഴും വന്നില്ലല്ലോ എന്ന് പരിഹാസികൾ പരിഹസിക്കുമ്പോൾ നമുക്ക് അണുവിടെയെങ്കിലും സംശയമുണ്ടോ കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച്? ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, യു ആർ സ്കോഫേഴ്സ്, നിങ്ങൾ പരിഹാസികളാണ്. നമുക്ക് പൂർണ്ണമായി കർത്താവിന്റെ മടങ്ങി വരവിനെ വിശ്വസിക്കാം. അവൻ വരും, ഇന്നല്ലെങ്കിൽ നാളെ അവൻ വന്നിരിക്കും. ലോക സംഭവങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്ന കർത്താവിന്റെ വരവ് ആസന്നമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് സമയവും നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും, ഏത് സമയവും പ്രത്യക്ഷനാകും. ആ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാമല്ലോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്ത് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ, നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. He will come again. He will come again. ഇത് സ്വർഗത്തിന്റെ ശബ്ദമാണ്, സ്വർഗത്തിന്റെ അഷ്വറൻസ് ആണ്. വാസ്തവത്തിൽ അവൻ മടങ്ങി വരും എന്നുള്ള കാര്യം അത് പ്രവാചകന്മാരും അത് പറഞ്ഞിരിക്കുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. അവന്റെ കാൽ, ദൈവപുത്രന്റെ കാൽ, എന്റെ യേശുവിന്റെ കാൽ എവിടെയാണ്? യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ അവന്റെ കാൽ നിൽക്കും. ദാറ്റ് ഈസ് പ്രവാചകൻ പറയുന്നു, സെക്കൻഡ് കമ്മിങ്, കർത്താവിന്റെ വരവ്, അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. എസെക്കിയേൽ പ്രവാചകനും പറഞ്ഞു 11-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ, യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്ത് പർവ്വതത്തിന്മേൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. നഗരത്തിന് കിഴക്കുള്ള പർവ്വതത്തിന്മേൽ ഒലിവുമലയിൽ നിന്നു എന്ന്. കർത്താവ് വരും, നിശ്ചയം. കർത്താവിന്റെ വരവിനെ കുറിച്ച് നിശ്ചയം ഉള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള ജീവിതത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് കർത്താവ് നമ്മളെ ദൈവമക്കളാകുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. നാം ദൈവമക്കളാണ്. രണ്ടാമത് ഈ അവിടുത്തെ തിയോളജി എന്താണ്? അവൻ ആദ്യത്തെ പ്രത്യക്ഷതയിൽ നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു. അവൻ ആദ്യത്തെ പ്രത്യക്ഷതയിൽ നമ്മളെ പ്യൂരിഫൈ ചെയ്തു. രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ അവനെ പോലെ നമ്മളെ ആക്കുന്ന ഗ്ലോറിഫിക്കേഷൻ നടക്കും. ഈ 3 കാര്യങ്ങൾ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ഗ്ലോറിഫിക്കേഷനെ കുറിച്ചും അവകാശം പറയുവാൻ കഴിയുള്ളൂ. നമ്മൾക്ക് ഒരു മഹത്വീകരിക്കപ്പെട്ട, തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുമെന്ന് പ്രത്യാശ വേണമെങ്കിൽ we must believe in the second coming of Jesus. അങ്ങനെ അവന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കാം. നമുക്ക് അവനെ പോലെ തേജസ്കരിക്കപ്പെടാം. അവനോട് അനുരൂപരായി തീരുവാൻ നമുക്ക് കൊതിക്കാം. ആ വലിയ ഭാഗ്യാവസ്ഥ നമുക്കുണ്ടാവുന്നതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമേൻ. ബിനി കുര്യൻ. ഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ, വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ.
നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിന്മകളാക്കിയല്ലോ. നിന്ദിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിന്മകളാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. താങ്ക് യു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരുടെയും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.